മാരകമായ സാമൂഹ്യ വിപത്തായ മയക്കുമരുന്നിനെതിരെ കേരള സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഇന്ന് കേരളത്തിലെ എക്സൈസ് സേനയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. തൃശൂർ എക്സൈസ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ 31ാം ബാച്ച് സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 13ാം ബാച്ച് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന പ്രത്യേക ഡ്രൈവ് മയക്കുമരുന്നിനെതിരെ ഈ മാർച്ചിലാണ് കേരള എക്സൈസ് ആരംഭിച്ചത്. മാർച്ച് മാസത്തിൽ മാത്രം 14,000-ഓളം റെയ്ഡാണ് എക്സൈസ് ഒറ്റയ്ക്കും സംയുക്തമായും നടത്തിയത്. 1.17 ലക്ഷം വാഹന പരിശോധനകൾ ഒരു മാസത്തിനകം കേരള എക്സൈസ് നടത്തിയതായും മന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഗണ്യമായിട്ട് ഉപയോഗം കൂടിയിട്ടുണ്ട്, ലോകത്താകെ കൂടിയിട്ടുണ്ട്, രാജ്യത്ത് കൂടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഗണ്യമായി ഉപയോഗം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുക തന്നെ ചെയ്യും എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട്. അതനുസരിച്ചാണ് കേരള എക്സൈസ് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എക്സൈസിനെ ശക്തിപ്പെടുത്തണം. അതുകൊണ്ട് എക്സൈസിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പരിശീലനം പൂർത്തിയാക്കി എക്സൈസിന്റെ ഭാഗമായ യുവതീ-യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ്. ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയറിംഗ് ബിരുദം, MCA തുടങ്ങി മികച്ച വിദ്യാഭ്യാസ നിലവാരമുള്ള ആളുകൾ എക്സൈസ് സേനയിലേക്ക് കടന്നുവരുന്നു എന്നത് സേനയുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് 60 പുരുഷ സിവിൽ എക്സൈസ് ഓഫീസർമാരും 20 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരും പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. പരിശീലനം പൂർത്തിയാക്കിയ ട്രെയിനികളിൽ 39 ബിരുദധാരികളും 17 ബിരുദാനന്തര ബിരുദധാരികളും 16 BTech ബിരുദധാരികളും 2 B.Ed ബിരുദധാരികളും 1 MPhil ബിരുദധാരിയും 1 ഡിപ്ലോമ ബിരുദധാരിയും ഉൾപ്പെടുന്നു. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ K. പ്രദീപ് കുമാർ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ തൃശൂർ ഡെപ്യൂട്ടി മേയർ ML റോസി, വാർഡ് കൗൺസിലർ സാറാമ റോബ്സൺ, ജനപ്രതിനിധികൾ, മറ്റു വകുപ്പുകളിലെയും എക്സൈസ് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ.